ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് ചെന്നു. ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച. സെക്കൻഡ് തിങ്, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ, ചുറ്റുപാടും അന്ധകാരം പടർന്നു കിടക്കുമ്പോഴേ മഗ്ദലന മറിയം വെളിച്ചത്തെ തേടിയെത്തുകയാണ്. ഉയർത്തെഴുന്നേറ്റവനെ, ഉദ്ധിതനെ തേടിയെത്തുകയാണ്. നമ്മൾ ഈ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുമ്പോണ്ടല്ലോ, ഈ ഇമേജ് മനസ്സിൽ കിടക്കണം. ഇരുട്ട് പടർന്നിരിക്കുകയാണ് ചുറ്റുപാടും. നമ്മുടെ ജീവിതത്തിലും ഇരുട്ട് പടർന്നു കിടക്കുന്ന ഒരു നേരത്ത് പ്രകാശത്തെ തേടി മഗ്ദലന മറിയം പോയതുപോലെ വേണം ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഞായറാഴ്ച എഴുന്നേറ്റ് ശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകാൻ. നമുക്കിടയിൽ അത്ര ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എന്ത്? നമ്മൾ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ, കർത്താവേ, ഇറ്റേണൽ ലൈഫ്, നിത്യജീവിതത്തിന് ഞാൻ എന്ത് ചെയ്യണം? അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം, പരീക്ഷ പാസ്സാകാൻ ഞാൻ എന്ത് ചെയ്യണം, കല്യാണം നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം, വീട് പണി പൂർത്തിയാകാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ രോഗം ഒന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അതൊക്കെ ചോദിക്കണം ഈശോയോട്, നിശ്ചയമായിട്ട്. അതൊന്നും മോശമല്ല. പക്ഷേ ഉപരിയായൊരു ചോദ്യം കിടപ്പുണ്ട്. എന്താ അത്? നിത്യജീവിതം, ഇറ്റേണൽ ലൈഫ് അനുഭവിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഉണ്ടാകണം. നിത്യതയെക്കുറിച്ചൊരു വിചാരം ഉണ്ടാകണമെന്ന്. നിർഭാഗ്യവശാൽ അത്തരം വിചാരങ്ങൾ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നമ്മുടെ 1-ാമത്തെ പാഠം കർത്താവിൻ്റെ തിരുമുമ്പാകെ ആയിരുന്നു കൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, കർത്താവെ, നിത്യജീവിതത്തിലേക്ക് ഒരുങ്ങാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഇടയ്ക്കൊരു തോന്നൽ വരും, നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ്, നമുക്കെന്നാ കുറവ് എന്ന ചോദ്യം വരും. ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത്? ഞാൻ എന്താ തെറ്റായിട്ട് ചെയ്യുന്നത്? ഞാൻ എല്ലാം വലിയ കുഴപ്പമില്ലാതൊക്കെ ചെയ്തു പോകുന്നില്ലേ എന്ന ചിന്തയും ചോദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ നിന്ന് കുഞ്ഞെ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൺഫ്രണ്ട് ചെയ്യാൻ, ഇങ്ങനെ മുഖാഭിമുഖം നിന്ന് പറഞ്ഞു തരാൻ കർത്താവ് തമ്പുരാനേ പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ആ കുറവ് മുഖത്ത് നോക്കി പറയില്ല, അവർ പുറകിൽ നിന്നേ പറയും. പുറകിൽ നിന്ന് കുറവുകൾ എല്ലാവരും പറയും. മുഖത്ത് നോക്കി കുറവ് പറയാൻ നമ്മുടെ കർത്താവിനാണ് പറ്റുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്പെൻഡ് ടൈം വിത്ത് ജീസസ്. സ്പെൻഡ് ടൈം വിത്ത് ജീസസ്.